വാക്ശുദ്ധിയാണ് കുമാരനാശാന്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ സന്ദേശം. എപ്രകാരമാണ് അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ചിന്തിച്ചു നോക്കി. എത്ര മനോഹരമായിട്ട് മനസ്സിനുള്ളിൽ പ്രതിഷ്ഠിക്കേണ്ട നമ്മുടെ വാക്കുകളോ. വാക്ക് എന്ന് പറയുന്നത് ചിന്തിക്കണം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. വാക്ശുദ്ധി ആയാലും പിന്നെ കർമ്മശുദ്ധി ആയാലും പ്രവൃത്തി എന്താവണം നമ്മുടെ പ്രവൃത്തി. അതാണ് കുമാരനാശാൻ നമുക്ക് കാണിച്ചെന്ന മറ്റൊരു സന്ദേശം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചെന്ന സന്ദേശം. ഇല്ലേ? എല്ലാവരും പറഞ്ഞു ഈ വരികൾ പിൻവലിക്കാൻ പറഞ്ഞു. ഈ വരികൾ പിൻവലിക്കാൻ എല്ലാവരും പറഞ്ഞു. പക്ഷെ അദ്ദേഹം പിൻവലിച്ചോ? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിലും ഞാനും പലപ്പോഴും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആ ദുരവസ്ഥയാണോ റീമറിൽ കൂട്ടിമുട്ടിയത്? ആ റെഡിമറിന് കൂട്ടിമുട്ടിയത് ആ ദുരവസ്ഥയാണോ എന്ന് സംശയമില്ലാതില്ല. കാരണം കാലഘട്ടത്തിന് കുമാരനാശാൻ ഇനി മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് ചിന്തിച്ചു ഒരു കൂട്ടർ കേരളത്തിൽ വളർന്നിരുന്നു. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുത്രൻ പറഞ്ഞത് ഇതൊരു അപകടമായി കണക്കാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ഗുരുനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. കാരണം പറയാൻ ഭയമുണ്ട്. നമ്മുടെ സമൂഹത്തിന് അത് വിളിച്ചു പറയാൻ ഭയമുണ്ട്. കുമാരനാശാൻ പറഞ്ഞ വാക്കുകളെ ഒന്നടങ്കം മുന്നോട്ട് പറയാൻ നമ്മൾ ഇപ്പോഴും ഭയക്കുന്നു. അത് പാടില്ല. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ രാജ്യത്തെ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശ്രീ നാരായണ ഗുരുദേവനായാലും അദ്ദേഹത്തിന്റെ വത്സല ശിഷ്യനും SNDPയുടെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയും മഹാകാവ്യം ഒന്നും എഴുതാതെ മഹാകവിയായത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും മഹാകാവ്യമായിരുന്നു. 4